ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഏലിയൻ മൂവിയാണ്. ആകാശത്ത് ഒളിച്ചിരിക്കുന്ന ഈ ഏലിയൻ തനിക്ക് വിശക്കുമ്പോൾ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യന്മാരെയും കുതിരകളെയും തിന്നുന്ന കഥയാണിത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് പോകാം. ഇവനാണ് നമ്മുടെ കഥയിലെ ഹീറോ ഓജി ഹേവുഡ്. ഓജി എന്നാണ് അവനെ എല്ലാവരും വിളിക്കുന്നത്. തൻ്റെ അച്ഛൻ നടത്തുന്ന കുതിരലായത്തിൽ അച്ഛനെ സഹായിക്കുകയാണ് ഓജി ഇപ്പോൾ. ഓജിയുടെ അച്ഛൻ ഗ്രിഗറി അവനോട് പറയും, എടാ മോനെ, നാളെ എനിക്ക് ഒരു സ്ഥലം വരെ പോകണം, അതുകൊണ്ട് കുതിരകളെ നീ നാളെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകണമെന്ന് പറയും. ശരി അച്ഛാ എന്നും പറഞ്ഞ് ഓജി ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവൻ്റെ ഫോൺ പെട്ടെന്ന് ഓഫായി പോകും. ഇതേ സമയം തന്നെ ആകാശത്ത് നിന്ന് എന്തോ ശബ്ദം കേൾക്കും. ഇതെന്താ സംഭവിക്കുന്നതെന്ന് അവൻ ചുറ്റും നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ അച്ഛൻ കുതിരയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴും. ഓജി ഉടനെ തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും. ഉടനെ തന്നെ അവൻ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമെങ്കിലും രക്ഷിക്കാൻ കഴിയില്ല. ആകാശത്തു നിന്ന് എന്തോ ഒരു മെറ്റൽ അച്ഛൻ്റെ കണ്ണ് തുളച്ച് തലയ്ക്ക് കയറിയാണ് മരിച്ചത്. എന്നാലും എന്താണ് ആകാശത്തു നിന്ന് വന്ന് വീണത്? ഓജിക്ക് അപ്പോഴും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ സംഭവത്തിന് ശേഷം 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ഓജിയാണ് ഇപ്പോൾ അച്ഛന് പകരം കുതിരകളെയും കൊണ്ട് ഷൂട്ടിങ്ങിനായി പോകുന്നത്. കുതിരകളെ മെരുക്കുന്നതിൽ ഓജി ഒരു കില്ലാടിയായിരുന്നുവെങ്കിലും ആളുകളോട് സംസാരിക്കാൻ ഓജിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്തുള്ള ആളുകളോട് സംസാരിക്കാൻ കഴിയാതെ ഓജി പെട്ട് നിൽക്കുമ്പോഴാണ് അവൻ്റെ സിസ്റ്ററായ എമറാൾഡ് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. എമറാൾഡ് കുറച്ച് എക്സ്ട്രോവർട്ടാണ്. അവൾ അങ്ങോട്ടേക്ക് വന്ന് അവിടെയുള്ള ആളുകളെ എല്ലാവരെയും കയ്യിലെടുക്കും. ഓജിയുടെ നേരെ ഓപ്പോസിറ്റാണ് എമറാൾഡ്. ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം പ്രൊഡ്യൂസർ വന്ന് ഓജിയോട് പറയും, മോനെ, നീ ഒന്നുകൂടി ഒന്ന് സ്മാർട്ടാകണം, നിൻ്റെ അച്ഛനെ പോലെ സ്മാർട്ടായാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഓജി തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. എമറാൾഡും ഓജിയോടൊപ്പം കയറും. ഓജി പറയും, എനിക്ക് നിന്നെ തിരികെ നിൻ്റെ വീട്ടിലൊന്നും കൊണ്ടാക്കാൻ വയ്യ, അല്ലെങ്കിൽ തന്നെ ചേട്ടൻ എന്നാണ് എൻ്റെ കാര്യങ്ങൾ തിരക്കിയിരുന്നത്. എമറാൾഡ് മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഇന്ന് ഷൂട്ട് കഴിഞ്ഞ് ഓജിയോടൊപ്പം വന്നേ ഉള്ളൂ. എന്നാൽ ഓജി അവളെയും കൊണ്ട് വന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു സർക്കസ് കമ്പനിയിലേക്കാണ്. ഓജിയുടെ കുറച്ച് കുതിരകളെ സർക്കസ് കമ്പനി നടത്തുന്ന ജൂപ്പിന് കൊടുക്കാൻ വേണ്ടിയാണ് വന്നത്. ജൂപ്പിനെ കാണുന്നതിന് മുൻപ് ഓജി അവളോട് പറയും, നീ വരുന്നതൊക്കെ കൊള്ളാം, നിൻ്റെ കളിതമാശയൊന്നും ഇവിടെ ഇറക്കരുത്. ഞാനൊരു ബിസിനസ് ആവശ്യത്തിനാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരണം. അങ്ങനെ ഓജിയും എമറാൾഡും ജൂപ്പിൻ്റെ ഓഫീസിലെത്തും. കുതിരകളുടെ വിലയെപ്പറ്റി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ, ഞാൻ നിങ്ങളുടെ ബിഗ് ഫാനാണ്, നിങ്ങളുടെ ഒരു ഷോയും ഞാൻ മിസ്സാക്കാറില്ല എന്ന് എമറാൾഡ് പറയും. എൻ്റെ പൊന്നു പെണ്ണെ, ഞാൻ ഈ ബിസിനസ് ഒന്ന് പറഞ്ഞ് സെറ്റാക്കട്ടെ, നീ കുറച്ചു നേരം മിണ്ടാതിരിക്കുകയെന്ന് ഓജി അവളോട് പറയും. എന്നാൽ അപ്പോഴാണ് ജൂപ്പിൻ്റെ അച്ഛൻ സർക്കസ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴുണ്ടായിരുന്ന ജോഡി എന്നുള്ള കുരങ്ങൻ്റെ പോസ്റ്റർ അവൾ കാണുന്നത്. അവരുടെ സർക്കസിനെ ഇത്രയധികം ഫേമസ് ആക്കിയതും ജോഡി എന്ന കുരങ്ങൻ തന്നെയാണ്. പക്ഷേ ഇതേ കുരങ്ങന് ഭ്രാന്ത് പിടിച്ച് ഈ കുരങ്ങനാണ് ഒരു രാത്രി അവൻ്റെ അച്ഛനെ കൊന്നുകളഞ്ഞത്. തിരികെ വീട്ടിലെത്തിയ ശേഷം അവൾ ചേട്ടനോട് പറയും, ചേട്ടനൊരു മണ്ടനാണ്, അതുകൊണ്ടല്ലേ ഇത്ര വില കുറച്ച് ആ കുതിരകളെ കൊടുത്തത്, നീ ഈ കാര്യത്തിലൊന്നും ഇടപെടേണ്ട എന്നും പറഞ്ഞ് ഓജി നടന്ന് വീട്ടിനുള്ളിലേക്ക് പോകും. അങ്ങനെ അവർ രണ്ടുപേരും തങ്ങളുടെ അച്ഛനെക്കുറിച്ചും കുട്ടിക്കാലത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് കെട്ടിയിട്ടുള്ള അവരുടെ ഗോസ്റ്റ് എന്ന കുതിര അസാധാരണമായി വിളിക്കാൻ തുടങ്ങുന്നത്. ഓജി ഉടനെ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതെന്തോ കണ്ട് പേടിച്ചതുപോലെ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് എങ്ങോട്ടേക്കോ ഒറ്റ ഓട്ടം ഓടും. ഓജി തൻ്റെ കാറും എടുത്ത് കുതിരയുടെ പിന്നാലെ തന്നെ പോകും. അങ്ങനെ ഒടുവിൽ കുതിര നിൽക്കുന്ന സ്ഥലം അവൻ കണ്ടുപിടിക്കും. എന്നാൽ പെട്ടെന്ന് ആ കുതിരയ്ക്ക് ചുറ്റും എന്തോ ഒരു പ്രകാശം വരും. ഓജിക്ക് അത് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല. പെട്ടെന്ന് ആകാശത്ത് നിന്നും ഒരു മേഘം താഴേക്ക് വന്ന് അവിടെ നിന്ന കുതിരയെ ആകാശത്തേക്ക് എടുത്തുകൊണ്ടുപോയി. കുറച്ചു നേരം ഓജിക്ക് തൻ്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓജി ഉടനെ തന്നെ ഓടി തൻ്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് തൻ്റെ സിസ്റ്ററിനോട് കാര്യം പറയും. എന്നിട്ട് അവർ രണ്ടുപേരും CCTV ക്യാമറയിൽ നോക്കുമ്പോൾ ഓജി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എമറാൾഡിന് മനസ്സിലാകും. ഞാൻ ഇതുവരെ ഏലിയൻസ് എന്നൊക്കെ TV-യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇതൊക്കെ ഒറിജിനലാണെന്ന് അറിയുമ്പോൾ എനിക്ക് പേടിയാകുന്നു എന്ന് അവൾ ഓജിയോട് പറയും. എന്നിട്ട് അവൾ പറയും, നമുക്കൊരു നല്ല ക്യാമറ മേടിച്ച് ഇനി അത് ഷൂട്ട് ചെയ്യാം. ഷൂട്ട് ചെയ്ത് ലോകത്തെ അറിയിച്ചാൽ നമുക്ക് കുറേ പൈസയും കിട്ടും, പ്രശസ്തിയും കിട്ടും. അങ്ങനെ അടുത്ത ദിവസം അവർ ക്യാമറ വാങ്ങാനായി ഷോപ്പിലേക്ക് വരും. അവിടെ എത്തി അവർ വളരെ ഹൈ റെസൊല്യൂഷനായ ക്യാമറ തന്നെ വാങ്ങും. അവിടെ വെച്ചാണ് അവിടുത്തെ സെയിൽസ്മാനായ ഏഞ്ചലിനെ അവർ പരിചയപ്പെടുന്നത്. ഏഞ്ചലിനും ഏലിയൻ സെർച്ചിങ് ടോപ്പിങ്ങിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്ന് അറിഞ്ഞ് അവരുടെ കൂടെ ഏഞ്ചലിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരും. ഏഞ്ചലും അവരോടൊപ്പം ഫാം ഹൗസിലേക്ക് വന്നിട്ട് പറയും, സാർ പേടിക്കേണ്ട, ഏലിയനല്ല, അവൻ്റെ അപ്പൻ വന്നാലും ഈ ക്യാമറയിൽ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാമെന്നും പറഞ്ഞ് എവിടെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം അവിടെയെല്ലാം അവനും മോജിയും കൂടെ പോയി ആ ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് അന്ന് ഏലിയനെ കണ്ട സ്ഥലത്തേക്ക് അവർ 3 പേരും കൂടി പോകും. അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ജൂപ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഗായ്സ് ഇവിടെ പരിപാടി? നിങ്ങളെ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ, എനിക്ക് ഒരു കുതിരയെ കൂടി വേണമെന്ന് പറയും. ശരി ഗായ്സ്, ഞാൻ കുറച്ച് ബിസിയാണെന്നും പറഞ്ഞ് ജൂപ്പ് പോകുമെങ്കിലും ഇത്രയും ദൂരം ജൂപ്പ് കാർ ഓടിച്ച് വന്നതിൽ എന്തോ ഒരു കാര്യമുണ്ടായിരുന്നു. എന്നാൽ ക്യാമറയൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഏഞ്ചൽ അവരോട് ചോദിക്കും, ചിലപ്പോൾ ഇന്ന് ഏലിയൻസ് വന്നാലോ, ഞാനും കൂടി ഇന്ന് ഇവിടെ നിന്നോട്ടെ എന്നും. നീ ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞ് അവനെ അവർ നിർബന്ധിച്ച് പറഞ്ഞു വിടും. അങ്ങനെ അന്ന് രാത്രി ഏലിയൻസ് വരുമെന്ന പ്രതീക്ഷയോടെ അവർ രണ്ടുപേരും കാത്തിരിക്കുകയാണ്. അങ്ങനെ രാത്രി സമയം ഒരുപാട് കഴിയുമ്പോഴാണ് കുതിരകളുടെ പഴയ കൂട്ടിൽ എന്തോ ഒരു ശബ്ദം ഓജി കേൾക്കുന്നത്. പേടിച്ച് ഓജി ലൈറ്റും എടുത്ത് ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് ഓഫായി പോകും. ഓജിക്ക് എന്താണെന്നത് മനസ്സിലാകില്ല. നോക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള രൂപം ഓജിയുടെ നേരെ നടന്നടുക്കും.
ഓജിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ രൂപങ്ങൾ ഓജിയുടെ നേർക്കാണ് നടന്നു വരുന്നത്. ഓജി ഒന്നും കൂടുതൽ ആലോചിക്കാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ എടുത്ത് അതിനെ ഷൂട്ട് ചെയ്യും. ഇങ്ങനെ അത് നടന്ന് ഓജിയുടെ അടുത്തേക്ക് വരുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അത് ഏലിയനൊന്നുമല്ല, ഒരു കാട്ടുപന്നിയാണെന്ന്. എന്നാൽ ഇതേ സമയം ഷോപ്പിലുള്ള ഏഞ്ചൽ ആകട്ടെ അവരുടെ ക്യാമറയുടെ പാസ്വേഡ് അവരറിയാതെ തന്നെ മനസ്സിലാക്കി ഏഞ്ചലും ഓൺലൈനിലൂടെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിനിടയിൽ പെട്ടെന്ന് ഒരു ക്യാമറയുടെ ആക്സസ് പോവും. ഏഞ്ചൽ ഉടനെ തന്നെ എമറാൾഡിനെ വിളിച്ച് ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. എന്നാൽ ഇതേ സമയം ഏഞ്ചൽ ആകട്ടെ അന്ന് ഏലിയൻസിനെ കണ്ട സ്ഥലത്തേക്ക് ഒരു കുതിരയും അഴിച്ചു കൊണ്ടുവരും. എന്നാൽ പെട്ടെന്ന് ആകാശത്ത് വലിയ ശബ്ദം കേൾക്കാനും ആകാശത്ത് നിന്ന് എന്തോ എന്ന് താഴേക്കിറങ്ങി വരികയും ചെയ്യും. അവിടെയുണ്ടായിരുന്ന കുതിരയുടെ അടുത്തേക്കാണ് അത് വന്നത്. ക്യാമറയിലൂടെ ഏഞ്ചലും കണ്ണുകൾ കൊണ്ട് എമറാൾഡും അത് കാണുന്നുണ്ടായിരുന്നു. അവർക്ക് ആർക്കും തന്നെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അത് താഴേക്ക് ഇറങ്ങിയ ശേഷം വീണ്ടും ആകാശത്തിനുള്ളിലേക്ക് തന്നെ പോകും. എന്നിട്ട് ഓജിയുടെ പിന്നാലെ ഫോളോ ചെയ്തു വരും. പേടിച്ച ഓജി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി അടുത്തുണ്ടായിരുന്ന ഒരു കൂടാരത്തിൻ്റെ അകത്തേക്ക് കയറും. ഇതെല്ലാം ദൂരെ നിന്ന് എമറാൾഡ് കാണുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അതിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓജി വീട്ടിലേക്ക് വന്ന് CCTV നോക്കുമെങ്കിലും ഏലിയൻ വന്ന സ്ഥലത്തുള്ള CCTV മാത്രം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഡെസ്പറേറ്റ് ആയ എമറാൾഡ് ഓജിയോട് പറയും, നമുക്ക് ഈ CCTV ഒക്കെ വിടാം, എനിക്കറിയാവുന്ന ഒരു ക്യാമറാമാൻ ഉണ്ട്, അയാൾക്ക് ഈ ഏലിയൻസിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ഇൻട്രസ്റ്റഡ് ആണ്, നമുക്ക് അയാളെ വിളിച്ച് ഒന്ന് ഷൂട്ട് ചെയ്താലോ എന്ന് പറയും. എന്നാൽ ഏഞ്ചൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന് അവരോട് പറയും, ഗൈസ് എൻ്റെ CCTVയുടെ കുഴപ്പമല്ല, ആ ഏലിയൻസിൻ്റെ ശക്തി കൊണ്ട് CCTVയുടെ ചാർജ് പോയതാണ്, ആ ഏലിയൻസ് വരുമ്പോൾ ആ ഭാഗത്തൊന്നും കറണ്ട് ഉണ്ടാകില്ല എന്ന് ഏഞ്ചൽ പറയും. എന്നിട്ട് അവർ CCTVയിലൂടെ ആകാശം ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് കുറച്ച് മേഘങ്ങൾ മാത്രം നീങ്ങാതെ സ്റ്റേബിളായി നിൽക്കുകയാണ്. ഓജിയും അവരോട് പറയും, ഞാനും പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഈ ആകാശം മാത്രം അവിടെ സ്റ്റേബിളായി നിൽക്കുന്നു, ഇതിനുള്ളിലായിരിക്കാം ആ ഏലിയൻസ് ഒളിച്ചിരിക്കുന്നത്, അതിന് വിശക്കുമ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന് ഓരോ ജീവികളെ കൊല്ലുന്നതാണെന്ന് ഓജി അവരോട് പറയും. എന്നാൽ അവിടെ നിന്നും നമ്മൾ ഫ്ലാഷ് ബാക്കിൽ ജൂപ്പിൻ്റെ സ്റ്റോറിയിലേക്കാണ് പോകുന്നത്. ജൂപ്പ് കുഞ്ഞായിരിക്കുമ്പോൾ കോടി എന്നുള്ള പേരുള്ള ഒരു കുരങ്ങൻ അവൻ്റെ അമ്മയെ ഉപദ്രവിച്ച ശേഷം അവൻ്റെ അച്ഛനെ കൊന്നുകളയും. പക്ഷേ അച്ഛനെ കൊന്ന ശേഷം ആ കുരങ്ങൻ ജൂപ്പിൻ്റെ അടുത്തേക്ക് വരും. പക്ഷേ മൃഗങ്ങളെ നന്നായി ഇണക്കാനറിയാവുന്ന ജൂപ്പ് എങ്ങനെയോ ആ കുരങ്ങനെ ഇണക്കിയെടുക്കും. അങ്ങനെ ജൂപ്പിനെ മാത്രം ആ കുരങ്ങൻ കൊല്ലാതെ വിടും. കാരണം ജൂപ്പിന് മൃഗങ്ങളെ ഇണക്കിയെടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്ന് പ്രസൻറ്റിലേക്ക് വന്നാൽ ജൂപ്പിന് കൃത്യമായി അറിയാമായിരുന്നു ഓജിയുടെ വീടിനടുത്ത് ആകാശത്ത് ഏലിയൻസ് ഒളിച്ചിരിപ്പുണ്ട് എന്ന്. തനിക്ക് മൃഗങ്ങളെ ഇണക്കിയെടുക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ തൻ്റെ കഴിവ് ഉപയോഗിച്ച് ആ ഏലിയനെയും മെരുക്കിയെടുക്കാമെന്നുള്ളതായിരുന്നു ജൂപ്പിൻ്റെ പ്ലാൻ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ജൂപ്പ് ഓജിയുടെ വീടിനടുത്തായി ഒരു വലിയ മാജിക് ഷോ നടത്തുകയാണ്. അവൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ മാജിക് ഷോ ആയിരുന്നു അത്. ഓജിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കുതിരയെ ഏലിയനെ ആഹാരമായി കൊടുത്തുകൊണ്ട് തൻ്റെ മൃഗങ്ങളെ മെരുക്കാനുള്ള കഴിവ് കൊണ്ട് ഏലിയനെ മെരുക്കിയെടുക്കാമെന്നായിരുന്നു മണ്ടൻ ജൂപ്പിൻ്റെ പ്ലാൻ. കുതിരയെ കണ്ട ഉടനെ തന്നെ ഏലിയൻ താഴേക്ക് വരും. പക്ഷേ ഏലിയൻ കുതിരയെ മാത്രമല്ലായിരുന്നു തിന്നാനായി വന്നത്, ജൂപ്പിനെയും അവിടെ കാണികളായി ഉണ്ടായിരുന്ന എല്ലാവരെയും വന്ന് കഴിച്ചിട്ട് ആകാശത്തേക്ക് പോകും. എല്ലാം കഴിഞ്ഞ് കുറച്ച് ലേറ്റായാണ് പ്രോഗ്രാം കാണാനായി ഓജി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ അവിടെ വരുന്ന ഓജി അതെല്ലാം കണ്ട് ഞെട്ടിപ്പോകും. അവിടെ ഒരു മനുഷ്യനുമില്ല, അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം തകർന്നു കിടക്കുന്നു. എന്നാൽ പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയ ശബ്ദത്തോടു കൂടി ആ ഏലിയൻ ഓജിയുടെ നേരേക്ക് വരും. ഏലിയൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് കമ്പിയിൽ തല തട്ടി ഓജിയുടെ ബോധം പോകും. ഈവനിങ് CCTV വർക്കൊക്കെ കഴിഞ്ഞ് ഏഞ്ചൽ തിരികെ പോകാനായി ഒരുങ്ങുമ്പോഴേക്കും വലിയ ശബ്ദം ആകാശത്ത് നിന്ന് കേൾക്കും. പേടിച്ചു പോയ ഏഞ്ചൽ ഓടി എമറാൾഡിൻ്റെ അടുത്തേക്ക് വരും. ഞാനെന്താ ഇത്രയധികം പേടിച്ചു വരുന്നതെന്ന് കരുതി എമറാൾഡ് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആകാശത്ത് നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ താഴേക്ക് വന്ന് വീഴുകയാണ്. ഇതെന്താ സംഭവമെന്ന് അറിയാതെ അവളും പേടിച്ച് നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് ജനലിൽ കൂടി കട്ട പിടിച്ച രക്തം താഴേക്ക് ഒഴിച്ചു വരുന്നത്. എന്നാൽ ഇതേ സമയം ബോധം വീണ ഓജിയും തൻ്റെ കാറും എടുത്ത് വീടിൻ്റെ അടുത്തേക്ക് വരും. എന്നാൽ അപ്പോഴാണ് അവൻ കാണുന്നത് തൻ്റെ വീടിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്ന ഏലിയൻ ബ്ലഡും വേറെ എന്തൊക്കെയോ വസ്തുക്കൾ താഴേക്കിടുകയാണ് എന്ന്. പുറത്തിറങ്ങിയാൽ ആ ഏലിയൻ തന്നെയും കൊല്ലുമെന്ന് മനസ്സിലാക്കിയ ഓജി കാറിൽ തന്നെ കിടന്നുറങ്ങിപ്പോകും. അടുത്ത ദിവസം രാവിലെ ഏലിയൻ പോയി എന്ന് മനസ്സിലാകുമ്പോൾ ഓജി വീടിനുള്ളിലേക്ക് വരും. ഏലിയനെ എന്തായാലും നമ്മുടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് ഫേമസ് ക്യാമറാമാൻ റിച്ചാൾസനെ വിളിച്ചു വരുത്താമെന്ന് പറഞ്ഞ് അവർ റിച്ചാൾസനെ വിളിച്ചു വരും. അയാൾ അവിടേക്ക് വന്ന് ഏലിയൻ ഒളിച്ചിരിക്കുന്ന മേഘത്തിലേക്ക് കുറച്ചു നേരം നോക്കി നിൽക്കും. എന്നിട്ട് ആ ഏലിയനെ പുറത്ത് കൊണ്ടുവരാനായി അവരൊരു പ്ലാൻ ഉണ്ടാക്കും. അങ്ങനെ അവരുടെ പ്ലാൻ അനുസരിച്ച് റിച്ചാൾസനും ഏഞ്ചലും ഏലിയൻ പുറത്തു വരുമ്പോൾ ഷൂട്ട് ചെയ്യാനായി തയ്യാറായിരിക്കുകയാണ്. എമറാൾഡ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വീടിനുള്ളിൽ ഇരിക്കുകയാണ്. ഓജി ആകട്ടെ ഏലിയനെ അട്രാക്റ്റ് ചെയ്യാനായി ഒരു കുതിരയും എടുത്ത് ഏലിയനുള്ള സ്ഥലത്തേക്ക് പോകും. എത്തുമ്പോൾ ഓജിക്ക് ഏലിയൻ്റെ നല്ല പ്രസൻസ് ഫീൽ ചെയ്യും. ഇതേ സമയം ഇതെല്ലാം ദൂരെ നിന്ന് അവർ ഷൂട്ടും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഒരു ബൈക്കർ എമറാൾഡിൻ്റെ അടുത്തേക്ക് വരും. ഇത് പ്രൈവറ്റ് പ്ലേസ് ആണ്, നീ ഇവിടെ നിന്ന് പോകണമെന്ന് എമറാൾഡ് അവനോട് പറയുമെങ്കിലും അവൻ അതൊന്നും കൂസാക്കാതെ ബൈക്കും എടുത്ത് ഓജി നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. ഓജി ആകട്ടെ ഏലിയൻ താഴേക്ക് വരാനായി അവിടെ കുറേ അധികം മനുഷ്യനെ പോലുള്ള ബലൂണിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
എന്നാൽ ഇതേ സമയം അങ്ങോട്ടേക്ക് വന്ന ആ ബൈക്കറിൻ്റെ വണ്ടിയും ആക്സിഡൻ്റ് ആകും. അപ്പോഴേക്കും ഏലിയൻ താഴേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ റിച്ചാർഡും ഏഞ്ചലും ആ ഏലിയനെ ഷൂട്ട് ചെയ്യാനായി തങ്ങളുടെ ക്യാമറ ഓണാക്കും. എന്നാൽ ഓജി അവനെ രക്ഷപ്പെടുത്താനായി ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് ആകാശത്ത് നിന്ന് ആ ഏലിയൻ താഴേക്ക് ഇറങ്ങി വരും. ഓജി കൂടുതലൊന്നും ആലോചിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടുമെങ്കിലും ഓജിയുടെ തൊട്ട് മുകളിലായി ആ ഏലിയൻ വന്ന് സ്പോട്ട് ചെയ്യും. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ഓജിയെ പിടിക്കാതെ ആ ഏലിയൻ വീണ്ടും ആകാശത്തേക്ക് തന്നെ പോകും. എന്നാൽ ഓജിയെ കണ്ട ഏലിയൻ വീണ്ടും ഓജിയെ പിടിക്കാനായി അവൻ്റെ പിന്നാലെ തന്നെ വരും. പക്ഷേ അവൻ എങ്ങനെയോ വീണ്ടും രക്ഷപ്പെടും. ഇതെല്ലാം ദൂരെ നിന്ന് അവർ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഏലിയൻ ആകട്ടെ ഷൂട്ട് ചെയ്യുന്ന ആ ക്യാമറമാൻ്റെ അടുത്ത് വന്ന് അയാളെ അറ്റാക്ക് ചെയ്യും. എന്നാൽ എമറാൾഡ് ആകട്ടെ ഓജിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ഓർത്ത് ആ ബൈക്കറുടെ ബൈക്കുമെടുത്ത് ഓജിയുടെ അടുത്തേക്ക് ചെല്ലാനായി ഒരുങ്ങുമ്പോഴേക്കും ആ ഏലിയൻ ഉഗ്രഭാവത്തിൽ അവരുടെ രണ്ടുപേരുടെയും നടുക്ക് വന്ന് നിൽക്കും. എന്നാൽ തൻ്റെ അനിയത്തിയെ രക്ഷിക്കാനായി ഓജി അവളോട് പോകാൻ പറഞ്ഞ ശേഷം ഏലിയനെ തൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കും. എമറാൾഡ്, നീ എന്നെ നോക്കി നിൽക്കണ്ട, നീ പോയി രക്ഷപ്പെട്, ഇതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ എങ്ങനെയെങ്കിലും നിൻ്റെ അടുത്തേക്ക് വരാമെന്നും പറഞ്ഞ് ഓജി അവളെ രക്ഷപ്പെടുത്തി ഏലിയൻ്റെ ശ്രദ്ധ അവൻ്റെ അടുത്തേക്ക് പതിപ്പിക്കും. ഇതേ സമയം എമറാൾഡ് ബൈക്കും എടുത്ത് ദൂരേക്ക് പോകുകയാണ്. അവൾ ബൈക്കും കൊണ്ട് നേരെ വന്നത് ജൂപ്പിൻ്റെ സർക്കസ് കൂടാരത്തിലേക്കാണ്. അവിടെ വന്നപ്പോൾ അവിടെ എല്ലാം തന്നെ തകർന്നു കിടക്കുകയായിരുന്നു. എന്നാൽ ആ ഏലിയൻ അവളെ സ്പോട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് വരും. എന്നാൽ എമറാൾഡ് ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബലൂൺ ആ ഏലിയൻ്റെ നേരെ പറത്തിവിടും. മനുഷ്യനാണെന്ന് വിചാരിച്ച് ആ ഏലിയൻ ബലൂൺ പാവയെ കഴിക്കാനായി ഒരുങ്ങും. എന്നാൽ ആ ബലൂൺ പാവ അപ്പോഴേക്കും പൊട്ടി എക്സ്പ്ലോഡായി ആ ഏലിയനും മരിക്കും. സർക്കസ് കൂടാരത്തിലുണ്ടായിരുന്ന ഒരു പോർട്ടബിൾ ക്യാമറ കൊണ്ട് അവൾ ആ ഫോട്ടോ എല്ലാം എടുക്കും. അങ്ങനെ ആ ഏലിയൻ അവസാനം ഇല്ലാതാവുകയാണ്. ഇതേ സമയത്ത് ഓജി അങ്ങോട്ടേക്ക് വരും. ഓജിക്കും ഒന്നും പറ്റിയില്ലായിരുന്നു. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും വേണം.